കേരള സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരികയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചില പുരാവർത്തങ്ങൾ കൂടി ഈ പരിപാടിയിലൂടെ അവതരിപ്പിക്കുന്നത് ആസ്ഥാനത്തായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കും. പലരും മറന്നുപോയ കാര്യങ്ങൾ, പുതിയ തലമുറയിൽപ്പെട്ട പല ആളുകൾക്കും അറിയാൻ പാടില്ലാത്ത പല സംഗതികൾ, അതിൻ്റെ ചില ഏടുകളാണ്, അല്ലെങ്കിൽ ചില അടരുകളാണ്, അതുമല്ലെങ്കിൽ ചില ഇതളുകളാണ് ഇവിടെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. കേരള നിയമസഭയിൽ കിടന്ന തെരഞ്ഞെടുപ്പിൽ പല അട്ടിമറികളും നടന്നിട്ടുണ്ട്. 1957 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് സാക്ഷാൽ പട്ടം താണുള്ള അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ച് തോറ്റുപോയി. അത് നിയമസഭയിലേക്ക് എല്ലാം പാർലമെന്റിലേക്കായിരുന്നു എന്ന് മാത്രം. തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും ഒരുമിച്ച് മത്സരിച്ചു. നിയമസഭയിലേക്ക് ജയിച്ചു, പാർലമെന്റിലേക്ക് തോറ്റു. അതേ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വലിയ അട്ടിമറി എന്ന് പറയുന്നത് ചാലക്കുടിയിൽ മത്സരിച്ച സാക്ഷാൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ അവിടെ പരാജയപ്പെട്ടു. CG ജനാർദ്ദനാണ് ജയിച്ചത്. പിന്നീട് നമുക്കറിയാം 1996, കാരണം പിന്നെ വളരെ അടുത്ത കാലത്താണ്, നമ്മുടെ പ്രിയപ്പെട്ട VS അച്യുതാനന്ദൻ മാരാരിക്കുളം മണ്ഡലത്തിൽ തോറ്റു. അതിനുശേഷം പുള്ളി മാരാരിക്കുളം മണ്ഡലം തന്നെ ഒഴിച്ച് മലമ്പുഴയിലേക്ക് കൂടുമാറി. ഇങ്ങനെ പല നേതാക്കന്മാർക്കും പല സന്ദർഭങ്ങളിൽ പല കാരണങ്ങളാൽ പരാജയം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അട്ടിമറി എന്ന് പറയുന്നത് 2006 തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറം മണ്ഡലത്തിൽ സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടി KT ജലീലിനോട് തോറ്റതാണ്. ഈ വാട്ടർലൂ യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ ഇന്ന് വരെ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ ജയിച്ചു എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. വാട്ടർലൂവിൽ നെപ്പോളിയൻ തോറ്റു എന്നാണ് പറയാം. അതുപോലെ കുറ്റിപ്പുറത്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി തോറ്റു എന്നല്ലാതെ KT ജലീൽ ജയിച്ചു എന്ന് പറയാനും സാധ്യതയില്ല. കാരണം ജലീൽ ജയിച്ചത് സാന്ദർഭികമായി സംഭവിച്ചു പോയ കാര്യമാണ്. ജലീൽ ജയിച്ചതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി തോറ്റത്. പക്ഷെ അതിനേക്കാൾ ഉപരി കുഞ്ഞാലിക്കുട്ടി തോറ്റതുകൊണ്ടാണ് KT ജലീൽ ജയിച്ചത്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം അറിയാം. കുറ്റിപ്പുറം എന്ന് പറയുന്നത് ഏത് കാലത്തും മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയം, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ കോട്ടയം. അവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ലീഗുകാർ മാത്രമേ ജയിച്ചു. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പ്രത്യേകം മത്സരിച്ച് ലീഗിനോട് എതിരിടുമ്പോഴും അവിടെ ലീഗ് ജയിച്ചത്. ഇനി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി ഒന്നിച്ചു ചേർന്ന് മത്സരിച്ചാലും ലീഗിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. അത്ര വലിയ ഒരു പച്ചക്കോട്ടയായിരുന്നു കുറ്റിപ്പുറം. അതിന് മുമ്പത്തെ 2 തെരഞ്ഞെടുപ്പിലും, അതായത് 1996-ലും 2001-ലും അതേ മണ്ഡലത്തിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയാണ് ജയിച്ചത്. അതിനു മുമ്പ് അദ്ദേഹം മലപ്പുറത്തായിരുന്നു. കുഞ്ഞാലിക്കുട്ടി 1980-ലാണ് ആദ്യമായിട്ട് നിയമസഭയ്ക്ക് മത്സരിക്കുന്നത്. അന്ന് അദ്ദേഹം ഒരു യുവ കോമളനായിരുന്നു. മലപ്പുറം മുനിസിപ്പൽ ചെയർമാനുമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് മുനിസിപ്പൽ ചെയർമാൻമാർക്ക് MLA ആവുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല. അദ്ദേഹം മലപ്പുറത്ത് മത്സരിക്കുന്നു, ജയിക്കുന്നു. അത് കഴിഞ്ഞ് 82-ൽ വീണ്ടും ജയിക്കുന്നു. അന്ന് CH ഉള്ള കാലമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് അത്ര വലിയൊരു പ്രോമിനൻസ് കിട്ടിയില്ല. 1987-ലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിക്കുന്നു. അപ്പോൾ അദ്ദേഹം പ്രതിപക്ഷത്താണ്, മുസ്ലിം ലീഗ് പ്രതിപക്ഷത്താണ്. അത് കഴിഞ്ഞ് 2001-ലെ തെരഞ്ഞെടുപ്പിലാണ് കുഞ്ഞാലിക്കുട്ടി സർവശക്തനായിട്ട് മാറുന്നത്. അന്ന് മുതിർന്ന നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. E. അഹമ്മദും UA ബീരാനും മറ്റ് PM അബൂബക്കറും ഉണ്ടായിരുന്നെങ്കിലും ഈ മുസ്ലിം ലീഗിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട തസ്തികയിൽ കുഞ്ഞാലിക്കുട്ടി വന്നു. കുഞ്ഞാലിക്കുട്ടി കരുണാകരൻ്റെ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായി. അധികം വൈകാതെ അദ്ദേഹം വളരെ ശക്തനായി. ഒരു പക്ഷേ കരുണാകരനേക്കാളും ശക്തനായി എന്നുകൂടി പറയാം. ആ സമയത്താണ് ഈ ബാബറി മസ്ജിദ് തകർക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും കാര്യങ്ങൾ. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ ലീഗ് ഉണ്ടാകും. അബ്ദുൽ നാസർ മദനി PDP ഉണ്ടാകും. ഇതൊക്കെ കഴിയുമ്പോഴും ലീഗിൻ്റെ അമരക്കാരൻ പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് തങ്ങളുടെ സർവാധികാരക്കാരൻ എന്ന് പറയുന്നത് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി. അതാണ് കുഞ്ഞാലിക്കുട്ടി വളരെ പ്രോമിനൻ്റ് ആയ സമയം. അത് കഴിഞ്ഞ് കരുണാകരനെ താഴെ ഇറക്കുന്നതിൽ കുഞ്ഞാലിക്കുട്ടി വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. AK ആന്റണിയെ തിരൂരങ്ങാടിയിൽ കൊണ്ട് നിർത്തി മത്സരിപ്പിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. അതോടുകൂടി ആന്റണിയുടെ കഴുത്ത് ഏതാണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ കക്ഷത്തിലായി എന്ന് പറയും. പിന്നെ ചാടിക്കളിയുടെ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടി കളിക്കുന്ന റോള് മാത്രമായി പാവപ്പെട്ട ആന്റണിക്ക്. 1996-ൽ UDF പ്രതിപക്ഷത്താണ്, കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷത്ത് തന്നെ. ആ സമയത്ത് തന്നെ ഐസ്ക്രീം പാർലർ പെൺവാണിഭവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു.
ഒരു പത്രത്തിലും കുഞ്ഞാലിക്കുട്ടിയുടെ പേര് വരുന്നില്ല. ഒരു നേതാവ്, ഒരു പ്രമുഖ നേതാവ്, ലീഗ് നേതാവ് എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്. അവരെല്ലാവരും തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. കുഞ്ഞാലിക്കുട്ടി ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലെ ആപാലവൃദ്ധം വ്യക്തികൾക്കും അറിയാമായിരുന്നു. രാഷ്ട്രീയക്കാർക്കും അരാഷ്ട്രീയവാദികൾക്കും വെറും സാധാരണക്കാർക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും വരെ അറിയാമായിരുന്നു ഐസ്ക്രീം പാർലർ കേസിൽപ്പെട്ട ലീഗ് നേതാവ് അഥവാ മുൻ മന്ത്രി സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന കാര്യം. പക്ഷേ അന്ന് അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന M.K. ദാമോദരൻ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P. ശശി, പിന്നെ നമ്മുടെ കാരണഭൂതനായ പിണറായി വിജയൻ, സർവോപരി സാക്ഷാൽ E.K. നായനാരും ചേർന്ന് ഈ മാന്യദേഹത്തെ കേസിൽ നിന്ന് ഏതാണ്ട് രക്ഷപ്പെടുത്തി മാറ്റി നിർത്തി. അങ്ങനെ 5 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം കഴിഞ്ഞു. വീണ്ടും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. 2001 ആന്റണി വീണ്ടും മുഖ്യമന്ത്രിയായി. കുഞ്ഞാലിക്കുട്ടി വീണ്ടും വ്യവസായ മന്ത്രിയായി. ആ സർക്കാർ അങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് ആന്റണിയെ താഴെ ഇറക്കുന്നതിൽ കുഞ്ഞാലിക്കുട്ടി തീരെ ചെറുതല്ലാത്തൊരു പങ്ക് വഹിച്ചു. ആന്റണി താഴെ ഇറങ്ങി. തൽസ്ഥാനത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. ഉമ്മൻചാണ്ടിയുടെ കഴുത്തും കുഞ്ഞാപ്പയുടെ കക്ഷത്തിലായി. അങ്ങനെ കുഞ്ഞാലിക്കുട്ടി പത്തി വിടർത്തി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ നമ്മുടെ റജീനയുടെ വെളിപ്പെടുത്തലുണ്ടാകും. റജീന എന്ന് പേരുള്ള ഒരു യുവതി കോഴിക്കോട്ടെ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിൽ ചെന്ന് വെളിപ്പെടുത്തൽ നടത്തി. അത് ഏഷ്യാനെറ്റിലാണ് റെക്കോർഡ് ചെയ്തെങ്കിലും ആദ്യം സംപ്രേഷണം ചെയ്ത് ഇന്ത്യ വിഷനിൽ. പിന്നീട് മറ്റു ചാനലുകളെ ഏറ്റുപിടിച്ചു. ഇന്ത്യ വിഷനിൽ വൈകുന്നേരം 3 മണിക്കാണ് വന്നെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് കൈരളിയിൽ വന്നു, 7 മണിക്ക് സൂര്യ TV വന്നു, രാത്രി 10 മണിക്ക് ശേഷം ഏഷ്യാനെറ്റിൽ വന്നു. പിറ്റേ ദിവസം മനോരമയിലും മാതൃഭൂമിയിലും വലിയ വാർത്തയായിട്ട് വന്നു. കുഞ്ഞാപ്പയുടെ പ്രതിച്ഛായക്ക് വലിയ മങ്ങലുണ്ടായി. അദ്ദേഹം രാജിവെക്കാതെ 2 മാസം പിടിച്ചു, അവസാനം രാജിവെച്ചു. അങ്ങനെ ഡിസംബർ 26-ാം തീയതി അദ്ദേഹത്തിൻ്റെ രാജിയുണ്ടായി. പക്ഷെ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. ജനങ്ങൾ പുള്ളിക്കെതിരായിട്ട് തിരിഞ്ഞു. ഈ രാജി കൊണ്ട് മാത്രം അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കുറ്റിപ്പുറത്തെ വാട്ടർലൂ. അങ്ങനെ വാട്ടർലൂ യുദ്ധക്കളത്തിൽ ഇദ്ദേഹത്തെ നേരിടാനായിട്ട് എത്തുന്നത് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടന്റെ റോളിൽ KT ജലീലാണ്. KT ജലീലിന് മുമ്പ് ലീഗുകാരനായിരുന്ന ആളാണ്. അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ആസാം ഫണ്ട് പിരിവിനെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത്. ഗുജറാത്ത് ഫണ്ട് സമാഹരിച്ചതിൽ ലീഗുകാർ വെട്ടിപ്പെടുത്തി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. കുറേ ആൾക്കാരെങ്കിലുമൊക്കെ ജലീൽ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കും. അഥവാ മുസ്ലിം ലീഗിലെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് ആളുകൾ ജലീലിനെ കണ്ടെത്തി. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നു. ആർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ജലീലിന് തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹം ജയിക്കും എന്ന്. ജലീലിന് വളരെ ശക്തമായി പിന്തുണ കൊടുത്ത ഒരാൾ ഇപ്പോൾ ആരോഗ്യപരമായിട്ട് രസമായിട്ട് തോന്നും. പിൽക്കാലത്ത് അന്തരിച്ച നമ്മുടെ കമല സുരയ്യ ആയിരുന്നു. കമല സുരയ്യ എന്തോ കാരണത്താൽ ലീഗ് നേതൃത്വത്തോടും പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയോടും വലിയ പിണക്കത്തിലായിരുന്നു. അവർ പരസ്യമായിട്ട് KT ജലീലിന് പിന്തുണ പ്രഖ്യാപിച്ചു. KT ജലീൽ ഒരു ആൺകുട്ടിയാണ്, യോഗ്യനാണ്, അയാളാണ് കുറ്റിപ്പുറത്ത് ജയിക്കേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ K. അജിത മുതലായ ആളുകളൊക്കെ കുറ്റിപ്പുറത്ത് പോയി മയക്ക് വെച്ച് ഈ പെൺവാണിഭ കേസിൽ പ്രതിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിക്കണം എന്ന് ആഹ്വാനിച്ചു. അവിടെ ലീഗുകാർ ഇവരെ തല്ലി ഓടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി, ഞാനടക്കം ഞെട്ടിപ്പോയി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല P.K. കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറത്ത് തോൽക്കും എന്ന്. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ KT ജലീൽ ഏതാണ്ട് 9,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ചു. 8,000-ത്തിലധികം വോട്ട്, 9,000 തികയില്ല. അങ്ങനെ KT ജലീൽ ജയിച്ചു, അഥവാ P.K. കുഞ്ഞാലിക്കുട്ടി തോറ്റു. കേരള ചരിത്രത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ അട്ടിമറി അതിന് മുമ്പ് നടന്നിട്ടില്ല, അതിന് ശേഷവും നടന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഇതിനേക്കാൾ വലിയ ഏതെങ്കിലും അട്ടിമറി നടന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻ്റ് എഴുതുന്ന കൂട്ടത്തിൽ അതൊന്ന് സൂചിപ്പിക്കുക. വളരെ നന്ദി കൊണ്ടായിരിക്കും. ഏതായാലും അങ്ങനെയാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ നെപ്പോളിയൻ തോൽപ്പിച്ചത്, അഥവാ അങ്ങനെയാണ് നെപ്പോളിയൻ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടണോട് തോറ്റത്.